ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോ ബ്രാൻഡ്. ടാറ്റ ആൾട്രോസ് പുതിയ മോഡൽ വിലയിരുത്തുകയാണെങ്കിൽ കൂടുതൽ സാങ്കേതിക മികവുള്ള ഇന്റീരിയലുമാണ്. 2025 ടാറ്റ ആൾട്രോസ് ഫേസ് ലിഫ്റ്റ് പുതുക്കിയ സ്റ്റൈലിംഗും പുതിയ സവിശേഷതകളും കൊണ്ടുവരും. അതേസമയം നിലവിലുള്ള പവർ ട്രെയിൻ ലൈനപ്പ് നിലനിർത്തും. 2020 പുറത്തിറങ്ങി 5 വർഷങ്ങൾക്ക് ശേഷം ടാറ്റ ആൾട്രോസ് പ്രീമിയം ഹാച്ച് പാക്കിന് ഒടുവിൽ സമഗ്രമായ ഒരു മുഖം മിനുക്കൽ ലഭിച്ചിരിക്കുന്നു. പുതുക്കിയ ടാറ്റ ഹാച്ച് പാക്ക് ഡിസൈനിലും ഇന്റീരിയർ ഫീച്ചറുകളിലും നവീകരണങ്ങൾ ഉൾക്കൊള്ളും. കൂടാതെ മാരുതി ബലേനോ, ഹുണ്ടായി i20, ടൊയോട്ട ഗ്ലാൻസ എന്നിവയുമായി മത്സരിക്കുന്നു. 2025 ഫേസ് ലിഫ്റ്റിൽ പുതുതായി എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വീഡിയോ കാണുക. ടാറ്റ ആൾട്രോസിന്റെ പുതിയതും പഴയതുമായ എക്സ്റ്റീരിയർ ഡിസൈനിൽ പുതിയ മോഡലിനെ മുൻ കാറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത ടാറ്റ ആൾട്രോസിൽ പുതിയ LED ഹെഡ്ലൈറ്റുകൾ, ഉരുകത്തിന്റെ ആകൃതിയിലുള്ള DRLകൾ, ഫോഗ് ലാമ്പ്, ഹൗസിങ്ങുകൾക്കോ ലംബ റേസസുകൾ, മുൻവശത്തെ ഗ്രില്ലിന് പുതിയ ഡിസൈൻ എന്നിവയുമുണ്ട്. വശങ്ങളിലെ മാറ്റങ്ങൾ പുതുക്കിയ അലോയ് വീലുകളും ഇപ്പോൾ EVA പോലുള്ള ഡിസൈനിൽ വരുന്നത് പോലെയാണ്. ഫ്ലഷ് ഫിറ്റിംഗ് ഫ്രണ്ട് ഡോർ ഹാൻഡിലുകളും ടാറ്റ കാർവേ SE പോലെ തന്നെ ഡിസൈൻ അടയാളപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ വൃത്തിയുള്ള രൂപത്തിനായി ഫെൻഡറിൽ ഘടിപ്പിച്ച ലംബ സൂചകങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. പുതിയ LED ടൈൽ ലൈറ്റുകൾക്ക് പുറമെ ഇപ്പോൾ നേർത്ത ലൈറ്റ് ബാർ ജോഡിയായി ബന്ധിപ്പിച്ചിരിക്കുന്നു. പുനരൂപകൽപ്പന ചെയ്ത ബമ്പർ ബോഡി കളറിലും ബ്ലാക്ക് 12 ടോൺ ഫിനിഷോടെ കൂടുതൽ സ്പോർട്ടിയായി കാണപ്പെടുന്നു. മുമ്പ് ടാറ്റ ലോഗോയ്ക്ക് തൊട്ടു താഴെയായി ഉണ്ടായിരുന്ന ടെയിൽ ഗേറ്റിന്റെ താഴെയറ്റത്ത് പുനഃസ്ഥാപിച്ചു. ടാറ്റ ആൾട്രോസിന്റെ പുതിയതും പഴയതുമായ ഇന്റീരിയർ സവിശേഷതകളിലേക്ക് നോക്കുമ്പോൾ 2 സ്പോക്ക് സ്റ്റെയർ വീലുകളും ഓട്ടോമാറ്റിക് AC കൺട്രോളുകളും കർവ് SUമായി പങ്കിടുന്നു. പുതിയ 10.25 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയും ഉണ്ട്. അതേസമയം 10.25 ഇഞ്ച് ടച്ച് സ്ക്രീനിൽ മുമ്പത്തെ ഫ്ലോട്ടിംഗ് യൂണിറ്റിനേക്കാൾ കൂടുതൽ ഭംഗിയുമുണ്ട്. വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, വയർലെസ് ചാർജർ, സൺറൂഫ്, ക്രൂയിസ് കൺട്രോൾ, ഓട്ടോ AC, റിയർ AC വെന്റുകൾ, 360 ക്യാമറ സജ്ജീകരണം, 6 എയർ ബാഗുകൾ എന്നിവ മുൻ ഫേസ് ലിഫ്റ്റിനെ പോലെ തുടരുന്നു. ടാറ്റ ആൾട്രോസ് പുതിയതും പഴയതുമായ എഞ്ചിൻ ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ ഡീസൽ പവർ ട്രെയിനിൽ ഉള്ള ഈ സെഗ്മെന്റിലെ ഒരേയൊരു ഹാച്ച് പാക്കാണിത്. പ്രീ സെഗ്മെന്റിലെ മോഡലിനോടൊപ്പം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പെട്രോൾ, CNG, ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളാണ് 2025 ആൾട്രോസ് ഫേസ് ലിഫ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 82 HP 1.2 ലിറ്റർ എഞ്ചിനാണ് ആൾട്രോസ് പെട്രോളിന് കരുത്തു പകരുന്നത്. ഇത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ചുടിയാക്കാം. എന്നിരുന്നാലും 74 HP CNG പതിപ്പും 90 HP 1.5 ലിറ്റർ ഡീസൽ ആൾട്രോസ് മോഡലുകളും മാനുവൽ ഗിയർ ബോക്സിൽ മാത്രമേ ലഭ്യമാകൂ. എക്സ്റ്റീരിയർ ഇന്റീരിയർ ഡിസൈനിൽ കാര്യമായ നവീകരണങ്ങളോടെ എത്തുന്ന പ്രീമിയം ഹാച്ച് പാക്ക് ആദ്യ ലുക്കിൽ ആരുടെയും മനമയക്കാൻ പ്രാപ്തിയുണ്ടെന്ന് വേണം പറയാൻ. ആൾട്രോസിന്റെ കൂടുതൽ ആധുനികവും ഉയർന്ന നിലവാരമുള്ളതുമായ രൂപം സമ്മാനിക്കുന്ന നിരവധി സ്റ്റൈലിംഗ് പരിഷ്കാരങ്ങളാണ് ടാറ്റ മോട്ടോഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ YouTube ചാനൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.